ഈ നിതിൻ രാജിന്റെ ജന്മനാടായ തിരുവനന്തപുരം നെടുമങ്ങാടും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് KSRTC സർവീസുകൾ വ്യാപകമായി തടയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. നഗരത്തിലെ പ്രധാന റോഡുകളിൽ ഗതാഗത തടസ്സമുണ്ടായിരുന്നു. പോലീസ് സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും മുൻകൂട്ടി പ്രഖ്യാപിച്ച ഹർത്താലിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് സമരക്കാർ നിലപാടെടുത്തത്. ഞങ്ങൾ വളരെ നേരത്തെ കൂട്ടി നോട്ടീസ് കൊടുത്തതാണ്. കേരളത്തിലെ ഏതാണ്ട് 60ഓളം ദലിത് സംഘടനകളും സമുദായ സംഘടനകളും സംയുക്തമായി പ്രഖ്യാപിച്ച ഹർത്താലാണ്. ഒരാഴ്ച മുമ്പേ ഇത് പ്രഖ്യാപിക്കുകയും KSRTC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ നോട്ടീസ് കൊടുത്തു. അതുകൊണ്ട് പീസ്ഫുള്ളായി ഞങ്ങൾ ഇന്ന് ഡിപ്പോയിലടക്കം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഈ പ്രതിഷേധ സമരത്തിൽ ഹർത്താലിൽ സഹകരിക്കണം, വാഹനങ്ങൾ ഓടിക്കരുത്. നിർബന്ധമായി ഈ ഹർത്താലിനെ അധിക്ഷേപിച്ചുകൊണ്ട് പരാജയപ്പെടുത്താൻ ഡെലിബറേറ്റായി വാഹനങ്ങൾ ഓടിച്ചാൽ ജനാധിപത്യപരമായി ഞങ്ങൾ റോഡ് ഉപരോധിക്കും എന്ന് പറഞ്ഞു. ദേശീയപാത ഉപരോധിച്ചതോടെ കഴക്കൂട്ടം മുതൽ ആറ്റിങ്ങൽ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. കിളിമാനൂർ രാജധാനി കോളേജിൽ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തുന്ന എൻട്രൻസ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികളും റോഡിൽ കുടുങ്ങി. ഞങ്ങൾ 6 മണിക്ക് ബസ്സിൽ കയറിയതാ. അപ്പൊ പക്ഷെ ഇന്ന് ഇതൊന്നും ഉണ്ടാവില്ല എന്ന്, റോഡ് തടയിലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ബസ്സിൽ വന്നത്. പക്ഷെ ഇപ്പൊ എക്സാം ടൈം കഴിഞ്ഞു. അവിടെ വിളിച്ചപ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത് VIT-കാർക്ക്. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോകുക തന്നെ. 1 വർഷം അത് അധ്വാനം പാഴ്. എക്സാം ക്യാൻസൽ, അവര് വേറെ ഡേറ്റ് തരുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. തരില്ല. പരാതി കൊടുക്കുന്നുണ്ട്. കാരണം കേരളത്തിന്റെ മാത്രം പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ കൊല്ലം കരുനാഗപ്പള്ളി ബസ്സിലാണ് വന്നത്. ഇനിയിപ്പോ ഇവിടെ ഇറങ്ങിയിട്ട് എങ്ങനെയെങ്കിലും തിരിച്ചു പോകാൻ പറ്റുമോ നോക്കണേ. ഞാൻ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ദേശീയപാത ഉപരോധിച്ചതോടെ കഴക്കൂട്ടം മുതൽ ആറ്റിങ്ങൽ വരെ വാഹനങ്ങളുടെ നീണ്ട നിര ആയിരുന്നു. ഒപ്പം തന്നെ നിതിന്റെ ജന്മനാടായ നെടുമങ്ങാട് അന്തർ സംസ്ഥാന ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞിട്ടു. അജ്മൽ ദിറാർ ചേരുകയാണ് വിവരങ്ങളുമായി. അജ്മൽ, ഇവരൊക്കെ പറയുന്നത് വാഹനങ്ങൾ തടയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. ഇന്ന് തിരുവനന്തപുരത്ത് ആകെ എല്ലാവരും വലയുന്നൊരവസ്ഥ. എങ്ങോട്ട് പോയാലും വാഹനങ്ങൾ തടയപ്പെടുകയും രോഗികളും ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഇന്റർവ്യൂവിന് പോയവരും പരീക്ഷയ്ക്ക് പോയവരും എല്ലാം കുടുങ്ങിപ്പോകുന്നൊരവസ്ഥയിലായിരിക്കായിരുന്നു അല്ലേ? അമൃത, അനൂപ്, ഇന്ന് തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ 52 സംഘടനകൾ നടത്തിയ ഹർത്താൽ രൂക്ഷമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഹർത്താലിനെ സാധാരണ ഒരു ഹർത്താലിന്റെ മനോഭാവത്തോടെ കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ സർവീസുകൾ മുടങ്ങുകയോ കടകൾ അടയ്ക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് ജനങ്ങൾ കരുതിയിരുന്നു. പക്ഷേ ഇത് തങ്ങൾ ഉയർത്തിയ ആവശ്യങ്ങളെ പൊതുജനങ്ങളും സർക്കാരും അവഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി തലസ്ഥാനത്ത്, അതായത് നിതിൻ രാജിന്റെ ജന്മനാടായ നെടുമങ്ങാട് അടക്കം സമരാനുകൂലികൾ രാവിലെ മുതൽ തന്നെ ബസ്സുകൾ തടയുകയും അതോടൊപ്പം തന്നെ കടകൾ അടപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തുടക്കത്തിൽ ശാന്തമായിരുന്ന കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും നെടുമങ്ങാടും ഒക്കെ പിന്നീട് ശക്തമായ സമരവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ കാട്ടാക്കടയിലൊക്കെ ബസ്സുകൾ തടഞ്ഞിട്ടിരുന്നു. നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ പുറത്തു പോകുന്നത് തടഞ്ഞ് സമരാനുകൂലികൾ പ്രതിഷേധിച്ചിരുന്നു. തമ്പാനൂരിലും സമാനമായ സംഭവം ഉണ്ടായി. അതിനേക്കാൾ ഏറ്റവും പ്രധാനമായ സംഭവം ഉണ്ടായ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന പള്ളിപ്പുറത്താണ്. പള്ളിപ്പുറത്ത് ഈ പറയുന്ന കഴക്കൂട്ടത്തിനും ആറ്റിങ്ങലിനും ഇടയിൽ സമരക്കാർ തടിക്കഷ്ണങ്ങളും വാഹനങ്ങൾ ഉപയോഗിച്ച് ബസ് തടഞ്ഞതോടുകൂടി, റോഡ് തടഞ്ഞതോടുകൂടി പോലീസുകാരും തമ്മിൽ സമരാനുകൂലികൾ കടുത്ത വാക്കേറ്റം ഉണ്ടാവുകയും സമരാനുകൂലികളും അതോടൊപ്പം തന്നെ പോലീസുകാരും യാത്രക്കാരും അടക്കം തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് നേരത്തെ ഇപ്പോൾ അനൂപ് സൂചിപ്പിച്ചതുപോലെ പരീക്ഷയ്ക്ക് പോലും പോയ പലർക്കും അതിന് പോകാൻ കഴിയാതെ രാജധാനിയിലെ VIT എക്സാമിനടക്കം വന്ന പലരും ഈ റോഡിൽ കുടുങ്ങിപ്പോയത്. 320 പേർ ഹാജരാകേണ്ടിയിരുന്ന പരീക്ഷയ്ക്ക് ആകെ എത്താനായത് 120 പേർക്കാണ്. അപ്പോൾ അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഉച്ചയോടെ ഈ പറയുന്ന സമരാനുകൂലികൾ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് വലിയ പ്രതിഷേധ മാർച്ചുമായി വരുന്നത് നമ്മൾ കണ്ടു. പ്രതിഷേധ മാർച്ചിന് ശേഷം ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ രാവിലെ ഉണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും ഹർത്താലിൻ്റെ ആ ഒരു കട അടപ്പിക്കലും അതോടൊപ്പം തന്നെ വാഹനം തടയലും ഒക്കെ ഒരു നേർത്ത് അതിൻ്റെ ഒരു കാഠിന്യത കുറഞ്ഞു വന്നിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. അനു, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.